സ്റ്റുഡൻസ്, അപ്പൊ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ചാപ്റ്റർ 10 ആണ്, മീര കെ പദ്. അപ്പം പദ് നമ്മൾ ആദ്യമായിട്ടാണ് പഠിക്കുന്നത്. അപ്പോ പദ് ഇവിടെ 2 പദ്ദാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് മീര എന്ന് പറയുന്ന ശ്രീകൃഷ്ണ ഭക്ത ശ്രീകൃഷ്ണന് വേണ്ടിയിട്ട് ആദ്യം തന്നെയുള്ള പദ് ശ്രീകൃഷ്ണന്റെ രൂപസൗന്ദര്യത്തെ വർണ്ണിച്ചുകൊണ്ടുള്ള പദും, രണ്ടാമത്തെ പദം എന്ന് പറയുന്നത് വർഷ ഋതുവിന്റെ ആഗമനത്തിൽ മീരാജി ശ്രീകൃഷ്ണനെ അന്വേഷിക്കുന്നതുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതില് നമുക്ക് കവി പരിചയം പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം കവി പരിചയം എന്ന് പറഞ്ഞാൽ മീരാജിയെ കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇന്നേക്ക് 500 വർഷം പഴക്കമുള്ളതാണ് ഈ കവിതകളെല്ലാം തന്നെ. മീരയെ സന്ത് മീര എന്നാണ് പറയുന്നത്. സന്ത് മീര എന്ന് പറഞ്ഞാൽ സന്യാസിനിയായ മീര കവിയത്രിയും ശ്രീകൃഷ്ണ ഭക്തയുമാണ്. ചെറുപ്പത്തിലെ തന്നെ ഒരു ശ്രീകൃഷ്ണ ഭക്തയായിരുന്നു. മീരാജി ഒരു രാജകുമാരിയായിരുന്നു. പിന്നീട് അവർ സന്യാസ ജീവിതം തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അമ്പലങ്ങളിൽ ജീവിക്കുകയും ഭജനങ്ങളും പാടാനും വായിക്കാനും തുടങ്ങുകയും ചെയ്തു. മീരാജിയുടെ വിവാഹം റാണ സിംഗ് എന്ന് പറയുന്ന ഒരാളുമാണ് കഴിഞ്ഞത്. അദ്ദേഹം മരിച്ചതിന് ശേഷം തന്റെ കൊട്ടാരമെല്ലാം ഉപേക്ഷിച്ച് അമ്പലങ്ങളിൽ താമസിച്ച് അവിടെ ഭജനങ്ങൾ പാടാനും ശ്രീകൃഷ്ണ ഭക്തയായി പദ് ഒക്കെ പാടാൻ തുടങ്ങുകയുമാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഒന്ന് ബയോഗ്രഫി, മീരാജിയുടെ ബയോഗ്രഫി, മീരാബായിയുടെ ബയോഗ്രഫി ഒക്കെ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നന്നായിരിക്കും. ഒരിക്കലും മീരാബായി തന്റെ ഈ പദ്യൊന്നും തന്നെ എഴുതിയിട്ടില്ല. അവർ പാടുകയാണ് ചെയ്തിരുന്നത്. ഈ പദ് എല്ലാം തന്നെ ആളുകൾ ആവർത്തിച്ചു പാടുകയും അവയെല്ലാം കളക്ട് ചെയ്ത് എഴുതിയത് നരോത്തം ദാസ് ജി എന്ന ഒരു മഹത് വ്യക്തിയാണ്. അപ്പോ നമുക്ക് ഈ പോയം, അപ്പോൾ ആദ്യത്തെ പദം എന്ന് പറയുന്നത് ഓൾറെഡി പറഞ്ഞു, ശ്രീകൃഷ്ണന്റെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ ആദ്യത്തെ പദ്യത്തിൽ മുഴുവൻ നമുക്ക് കാണാൻ കഴിയുന്നത്. ബസോ മേരെ നൈനൻ മേം നന്ദലാൽ, മോഹിനി മൂഴത് സാവരി സൂഴിത് നൈന ബനെ വിശാൽ, അദർ സുധാരസ മുരളി രാജിത് ഒരു വൈജയന്തി മാല, ശുദ്ര കടിതട് സൗബിത് നോബർ ശബ്ദ രസാൽ, മീരാ കെ പ്രഭു സന്തൻ സുഖദായി ഭക്തവത്സൽ ഗോപാൽ. അപ്പൊ ഇവിടെ ശ്രീകൃഷ്ണനെ കുറിച്ചിട്ടാണ് ഇവിടെ എല്ലാം വർണ്ണന കൊടുത്തിരിക്കുന്നത്. അപ്പോ നമുക്ക് ഫസ്റ്റ് ലൈൻ എന്താണെന്ന് നോക്കാം. ബസോ മേരെ നേനന് മേം നന്ദലാൽ, അതായത് ശ്രീകൃഷ്ണനെ തന്റെ കണ്ണുകൾക്കുള്ളിൽ വസിക്കാനാണ് ഇവിടെ മീര പറയുന്നത്. ബസോ മേരെ നേനൻ മേം നന്ദലാൽ. നന്ദലാൽ എന്ന് പറഞ്ഞാൽ നന്ദഗോപരുടെ മകൻ, അതായത് ശ്രീകൃഷ്ണൻ എന്നാണ് അതിനർത്ഥം. ബസോ മേരെ വസിക്കുക എന്നാണ് ബസോ മേരയുടെ അർത്ഥം. നൈനൻ കണ്ണുകൾ, അതായത് ശ്രീകൃഷ്ണനെ തന്റെ കണ്ണുകളിലാണ് വസിക്കുന്നത്. കാരണം ശ്രീകൃഷ്ണനെ അല്ലാതെ മറ്റൊന്നും തന്നെ മീര ഇവിടെ ആഗ്രഹിക്കുന്നില്ല. സെക്കൻഡ് ലൈൻ, മോഹിനി മൂരിത് സാവരി സൂരത് നയനന ബനുവിശാൽ, അതായത് എല്ലാവരെയും, മോഹിനി മൂരിത് അതായത് എല്ലാവരെയും മയക്കുന്ന ഒരു രൂപമാണ് ശ്രീകൃഷ്ണനുള്ളത്. സാവരി സൂരത്ത് അതായത് കുറച്ചൊരു ഡാർക്ക് ആയിട്ടുള്ള സ്കിൻ ടോൺ ആണ് എന്നിവിടെ വർണ്ണിക്കുന്നു. നയനന ബനെ വിശാൽ, അതുപോലെ തന്നെ കണ്ണുകൾ നല്ല നീണ്ട കണ്ണുകളാണ്, വിശാലമായ കണ്ണുകളാണ് എന്നും ഇവിടെ വർണ്ണിക്കുന്നു. ഇനി തേർഡ് ലൈൻ, അദർ സുധാരസ മുരളി രാജിത് ഒരു വൈജയന്തി മാല, അതായത് ചുണ്ടുകളിൽ അദരസുധ, ചുണ്ടുകളിൽ അമൃതരസം പോലെയാണ് മുരളി വായിക്കുന്നത് ശ്രീകൃഷ്ണൻ. അതേപോലെ ഒരു വൈജയന്തി മാല, അതേപോലെ ഉർ എന്ന് പറഞ്ഞാല് ഒരു വൈജയന്തി മാല, അതായത് കഴുത്തിൽ വൈജയന്തി മാലയാണ് കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നത്. അതായത് ആ മാല തന്റെ ഉർ എന്ന് പറഞ്ഞാൽ ഹൃദയം വരെയാണ് അത് കിടക്കുന്നത്, നെഞ്ചുവരെ ഇങ്ങനെ ആ മാല കഴുത്തിൽ നിന്നും കിടക്കുന്നു എന്നുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
അതായത് ചുണ്ടുകളിൽ അമൃതരസം ഒഴുകുന്ന ഓടക്കുഴലും കഴുത്തിൽ വൈജയന്തിമാലയും അണിഞ്ഞിരിക്കുന്നു. ഇനി ശുദ്രഘടിക കടിപ്തട് സൗബിത നുപുർ ശബ്ദരസാൽ. ഇനി അടുത്ത ലൈനാണ്, അതായത് ശുദ്രഘടിക കടിത്തട് സൗബിത, അതായത് കടിത്തട് എന്ന് പറഞ്ഞാൽ അരഭാഗമാണ് പറയുന്നത്. അരയിൽ അരപ്പട്ട ധരിച്ചിരിക്കുന്നത്. ശുദ്രഘടിക അതായത് അരപ്പട്ട ധരിച്ചിരിക്കുന്നത്, ചെറിയ ചെറിയ ചിലങ്കാമണികളുള്ള അരപ്പട്ടയാണ് ധരിച്ചിരിക്കുന്നത്. അപ്പൊ തീർച്ചയായും നടക്കുമ്പോഴും ചലിക്കുമ്പോഴും എല്ലാം അത് ശബ്ദമുണ്ടാക്കും. നൂബർ ശബ്ദരസാൽ. അതുപോലെ തന്നെ കാലുകളിൽ പാദസ്വരം അണിഞ്ഞിരിക്കുന്നു. അവിടെയും നല്ല ശ്രുതിമധുരമായ, അവയെല്ലാം തന്നെ നല്ല ശ്രുതിമധുരമായ ശബ്ദം പുറപ്പെടുവിക്കുന്നു. അതാണ് ഫോർത്ത് ലൈൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മീരാക്കെ പ്രഭു സന്ത സുഖദായി ഭക്തവത്സൽ ഗോപാൽ. അതായത് മീരയുടെ പ്രഭുവായ അല്ലെങ്കിൽ യജമാനൻ എന്ന് പറയുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ സന്യാസികൾക്ക് സുഖം പകരുന്നു, അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭക്തർക്ക് സുഖം പ്രദാനം ചെയ്യുന്നു. ഭക്തവത്സൽ ഗോപാൽ, അതായത് ഭക്തരെ എല്ലാം തന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു ദൈവമാണ് ശ്രീകൃഷ്ണൻ, അല്ലെങ്കിൽ ഗോപാൽ. ഗോപാൽ എന്ന് പറഞ്ഞാലും ശ്രീകൃഷ്ണന്റെ മറ്റൊരു നാമമാണ്. ശ്രീകൃഷ്ണൻ തന്റെ ശ്രീകൃഷ്ണ ഭക്തരെ ഒന്നും തന്നെ കൈവെടിയാറില്ല എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നോക്കാനുള്ള നെക്സ്റ്റ് പദാണ്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യാം. बरसे बदरिया सावन की मन भावन की सावन में उमग्यो मेरे मनवा बनक सुनी हरि आवन की उमड़ घुमड़ चाहूं दिशा से आया दामिन दम के छर लावन की नन्ही नन्ही बूंदन मेहा बरसे शीतल पवन सोहावन की मीरा के प्रभु गिरिधर नागर आनंद मंगल गावन की. അപ്പോൾ നമുക്ക് ഈ സെക്കൻഡ് പദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് മുഴുവനും തന്നെ സാവൻ കി മഹീന അതായത് ശ്രാവണ മാസത്തെ കുറിച്ചിട്ടാണ്. ഇത് എല്ലാവർക്കും തന്നെ അറിയാം. ഹിന്ദു ലൂണാർ കലണ്ടറിൽ ഇതൊരു സേക്രഡ് മന്താണ്, 5ാം മാസം. മോസ്റ്റ്ലി ജൂലൈ ടു ഓഗസ്റ്റ് ആണ് വരുന്നത്. അത് കൂടുതലും നമുക്കറിയാം ഇവിടെ റെയിനി സീസൺ ആണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. അപ്പോ ഇവിടെ പറയുന്നത് ബരസോ ബദരിയ സാവനിക്ക്. ബരസെ അതായത് ബരസെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തന്നെ പെയ്യുന്നു. ബദരിയ മേഘം, സാവൻകി ശ്രാവണ മാസത്തിലുള്ള മേഘങ്ങളെല്ലാം തന്നെ പെയ്യുന്നു. സാവനിക്ക് മനഭാവനിക്ക് അതായത് ശ്രാവണ മാസം വരുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിനെ അത് ആകർഷിക്കുന്നു. അതായത് ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ ശ്രാവണ മാസത്തിൽ വരുന്ന മേഘങ്ങൾ എല്ലാവരുടെയും തന്നെ മനം മയക്കുന്നു. എല്ലാവരെയും തന്നെ തൻ്റെ ആ ഒരു മാസത്തിന്റെ കാലാവസ്ഥയിലേക്കും എല്ലാത്തിലേക്കും തന്നെ അടുപ്പിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. സാവനമേ ഉമഗ്യോ മേരെ മനവ ബനക് സുനി ഹരി ആവനിക്ക്. അതായത് സാവനമേ ഉമഗ്യോ മേരെ മനവ, അതായത് ഈ ഒരു കാലാവസ്ഥയിൽ എൻ്റെ മനസ്സും കൂടി ഈ ഒരു കാലാവസ്ഥ അതിൻ്റെ ഒപ്പം കൊണ്ടുപോകുന്നു. അല്ലെങ്കിൽ എൻ്റെ മനസ്സും ഈ ഒരു കാലാവസ്ഥയോടൊപ്പമാണ്. എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. ബനക് സുനി ഹരിയാവനിക്ക്, അതായത് എൻ്റെ മനസ്സ് കൊണ്ടുപോകുന്നു എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലായിടത്തും ആ ഒരു സമയത്ത് ഗ്രീനറിയാണ്, നല്ല തണുപ്പാണ്, മഴയെല്ലാം
എല്ലാം കാണാൻ നല്ല രസമാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ബനക് സുനി ഹരിയാവൻ കി, പിന്നെ അതിൻ്റെ ഈ മഴയുടെ ഇടയ്ക്ക് വരുന്ന ഇടിമിന്നലിന്റെ ശബ്ദമെല്ലാം കേൾക്കുമ്പോൾ ആ ഒരു ശബ്ദം ഇവിടെ ഉപമിച്ചിരിക്കുന്നത് ശ്രീകൃഷ്ണന്റെ ആഗമനത്തെ പോലെ തോന്നിക്കുന്നു എന്നതിനെയാണ്. അതായത് ലോർഡ് ശ്രീകൃഷ്ണ ഇവിടേക്ക് വരുന്നു, അതിനെയാണ് ഈ ആ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആ തണ്ടറിന്റെ സൗണ്ടിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ലൈൻ, ഉമड़ घुमड़ चाहों दिशा से आयो दामिन दम കേച്ചർ ലാവനിക്ക്. അതായത് ഉമട് ഘുമട് ചാഹോ ദിശാ സെ ആയോ, അതായത് എല്ലാ 4 വശത്തും ചാഹോ ദിശാ സെ ആയോ, ഉമ്മട് തിങ്ങി നിറഞ്ഞ 4 വശത്തും കൂടി എന്ത് വരുന്നു, മേഘങ്ങൾ വരുന്നു. ദാമിന് ദംകി ചെർലാവനിക്ക്, ഇടയ്ക്കിടെ ഇടിമിന്നലുകളും ഉണ്ടാവുന്നു, മഴയും ഉണ്ടാവുന്നു. അതാണ് ഈ ഒരു മാസത്തിന്റെ പ്രത്യേകത. നന്നി നന്നി ബൂന്തൻ മേഘ ബരസെ ശീതൽ പവൻ സോഹവൻ കി, അതായത് ചെറിയ ചെറിയ മഴത്തുള്ളികൾ മേഘങ്ങൾ ചൊരിയുന്നു. അതേപോലെ തന്നെ ശീതൽ പവൻ സോഹുവൻ കി, അതായത് നല്ല തണുത്ത കാറ്റും വീശുന്നു. ഇവയെല്ലാം തന്നെ നമുക്ക് നല്ലൊരു കാലാവസ്ഥയും നല്ലൊരു മനസ്സിന്റെ ഒരു നല്ലൊരു സുഖവുമാണ് പ്രദാനം ചെയ്യുന്നത്. ഇനി അടുത്തത് മീരാക്കി പ്രഭു ഗിരിധർ നാഗർ ആനന്ദമംഗൽ ഗാവനിക്ക്, അതായത് ഈ ഒരു കാലാവസ്ഥയിൽ മീരയുടെ പ്രഭുവായ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഓർമ്മപ്പെടുത്തുന്നു എന്നുമാണ് ഇവിടെ മീര പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ ഗിരിധർ നാഗർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എല്ലാവർക്കും അറിയാം, ഗിരി പർവ്വതത്തെ തന്നെ വിരലുകളാൽ ഉയർത്തിയത് കൊണ്ടാണ് ഗിരിധർ നാഗർ എന്ന മറ്റൊരു പേരും ഇവിടെ ശ്രീകൃഷ്ണന് കൊടുത്തിരിക്കുന്നത്. ആനന്ദമംഗൽ ഗാവൻകി, എല്ലാവരും തന്നെ വളരെ ഹാപ്പി ആയിട്ടാണ്, ജോയ്ഫുൾ ആയിട്ടാണ് ഈ ഒരു പദ് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു കാലാവസ്ഥയിൽ മീരയുടെ പ്രഭുവിനോടുള്ള ഭക്തിയും ആദരവുമാണ് ഇവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നിങ്ങൾ കമൻസ് ഒക്കെ അയക്കുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ദെൻ, താങ്ക് യു.